നമ്മള് മുത്തുനബിയുടെ മദീനയിൽ പോയിട്ട് കുറച്ചായി. ഇപ്പൊ നമുക്ക് വർക്കൊക്കെ കുറവായതുകൊണ്ട് തന്നെ മദീനയിലൊന്ന് പോയി വരാന്ന് വിചാരിച്ച് നമ്മൾ ഉംറക്ക് പോയ പോലെ തന്നെ നമ്മൾ ബസ്സിലാണ് പോണത്. നമ്മളെ ജിദ്ദയിൽ നിന്ന് മൗലവി ട്രാവൽസ് എന്ന് പറഞ്ഞ ഒരു ടീമുണ്ട്. അവരെ പാക്കേജ് ആണത്. 110 റിയാലാണ് ഒരാൾക്ക് ചെലവ് വരിക. അതിൽ തന്നെ റൂമുണ്ട്, ഫുഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു മലയാളി ഉസ്താദും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഞാനിപ്പോ രണ്ടാമത്തെ തവണ ഇത് മദീനയിൽ പോണത്. പോയി വന്നിട്ട് ഇപ്പോ ഒരു വർഷമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മദീനയിലെത്തിയാല് മുത്തുനബിയുടെ റൗദയിൽ കയറാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. പെർമിറ്റ് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൗദയിൽ കയറാൻ പറ്റൂല എന്നുള്ളൂ. നമുക്ക് മുത്തുനബിയുടെ സലാം പറഞ്ഞ് അങ്ങനെ കണ്ടു പോവാം. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 400ഓളം കിലോമീറ്റർ ഉണ്ട് മദീനയിലേക്ക്. ഒരു 11 മണി കണ്ടിട്ടാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. 4 മണിയാകുമ്പോഴേക്ക് നമ്മൾ നേരെ വന്നത് മസ്ജിദുൽ ഖുബയിലേക്കാണ്. മസ്ജിദുൽ ഖുബ എന്ന് പറയുമ്പോൾ നബിതങ്ങള് മദീനയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബ. അതായത് നബിതങ്ങളും അബൂബക്കർ റളിയല്ലാഹു കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ ഈ സ്ഥലത്ത് എത്തിയപ്പോൾ അവരിവിടെ താമസിക്കുകയും പിന്നെ നബിതങ്ങള് ഇവിടെ പള്ളി ഉണ്ടാക്കുകയും ചെയ്തു. ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത കൂലിയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മളെ റസൂലുള്ളാഹിന്റെ ഹദീസിലൊക്കെ കാണുന്നത്. മദീനയിൽ എത്തുന്നതിന് മുന്നുള്ള പള്ളിയാണ്. ഫസ്റ്റില് ഈ പള്ളിക്ക് മാറ്റം വരുത്തി പുതുക്കി പണിയത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്താണ്. പിന്നീട് മാറി വരുന്ന ഗവൺമെന്റ് ഓരോ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ഇപ്പൊ വലിയ സെറ്റപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട് അവര്. ഇപ്പൊ അവിടെ വരുന്നവർക്ക് കുടിക്കാനുള്ള സംസം വെള്ളം കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ ഏതായാലും എത്തിക്കുന്നത് സുബഹിന്റെ സമയത്താണ്. ഇപ്പൊ ഇവിടെ സുബൈക്കുള്ള സമയം എന്ന് പറഞ്ഞത് 4:10 4 മണിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സുബൈ ഇവിടെ ജമാഅത്തായിട്ട് കൂടാം. ഞാൻ ഏതായാലും ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ കയറുന്നത് കേട്ടോ. കാരണം ഞാൻ മുന്നേ വന്നപ്പോൾ ഞങ്ങൾ വണ്ടി ആയിട്ടായിരുന്നു വന്നിരുന്നത്. അന്ന് ഈ പള്ളിയിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. നേരെ മദീന പള്ളിയിലായിരുന്നു പോയിരുന്നത്. ഇവരുടെ അടുത്ത് നമ്മൾ പാക്കേജ് എടുത്ത് പോകുന്നതായതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് കയറാനും കാണാനൊക്കെ പറ്റും. അങ്ങനെ നമ്മളെ മുത്തുനബിയും അബൂബക്കർ റളിയല്ലാഹുവും കൂടെ മക്കയിൽ നിന്ന് ആദ്യമായിട്ട് മദീനയ്ക്ക് വരുന്ന വഴി 14 ദിവസത്തോളം ഇവിടെ താമസിച്ച് പിന്നീട് നബി തന്നെ ഇവിടെ പള്ളി നിർമ്മിക്കുകയും ചെയ്ത് ആ പള്ളിയിലാണ് ഇന്ന് നമ്മൾ സുബൈ നിസ്കരിച്ചിട്ടുള്ളത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അതിയായ സന്തോഷമുണ്ട്. ഇവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് നമ്മളിനി നേരെ തിരിച്ചു പോണത് ഉഹദ് ശുഹദാക്കൾ അടുത്തേക്കാണ്. ഉഹദ് യുദ്ധം നടന്നതും ഇവിടെ തന്നെയാണ്. അതിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളും കാണിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രമൊക്കെ പിന്നെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നുണ്ട്. 70ഓളം സ്വഹാബത്താണ് അവിടെ അന്ന് ഷഹീദായത്. ആ ആൾക്കാരെ മറവ് ചെയ്ത സ്ഥലമാണ് ഇതിനകത്ത്. നമ്മൾ ജയിച്ച് എന്ന് ഉറപ്പിച്ചിരുന്ന ഒരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. അതിന്റെ നേരെ അപ്പുറത്ത് നോക്കിയാൽ ഒരു മല കാണാൻ പറ്റും. ആ മലയുടെ മുകളിലായിരുന്നു ഒരു 50 വിദഗ്ധരായ അമ്പെയ്ത്തുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പാടാക്കിയിരുന്നത്. മലമുകളിൽ നിൽക്കുന്ന അമ്പെയ്ത്തുകാരോട് യുദ്ധത്തില് എന്ത് തന്നെ സംഭവിച്ചാലും ഒരു കാരണവശാലും താഴേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശം നബിത്തങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. യുദ്ധം വിജയിച്ചു എന്ന സമയത്ത് ശത്രുക്കളൊക്കെ തിരിച്ചു ഓടുന്ന സമയത്ത് ശത്രുക്കളുടെ സാധനങ്ങളൊക്കെ കൈക്കലാക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി ഓടി. മുത്തുനബിയുടെ ആ കൽപ്പന എത്തിച്ചുകൊണ്ട് ഇവര് താഴേക്ക് ഇറങ്ങിയപ്പോ മലന്റെ ബാക്കിലൂടെ വീണ്ടും ശത്രുക്കൾ വരികയും ഈ ബാക്കിയുള്ള അമ്പെയ്ത്തുകാരെ വധിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മളെ മുത്തുനബിക്കും കുറെ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അടുത്ത പാർട്ടാക്കി പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ നേരെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് ഫുഡ് കഴിച്ച് നേരെ അടുത്ത സ്ഥലങ്ങൾ കാണാൻ പോണം.